ഇന്ന് വൈകുന്നേരമായപ്പോൾ നമ്മുടെ വീട്ടിൽ മീൻ കിട്ടിയിട്ടാ. വാളയായിരുന്നു കേട്ടാ. ഏകദേശം 16 കിലോ ഉണ്ടായിരുന്നു കേട്ടാ. ചൂണ്ടയിട്ട് പിടിച്ചതാന്ന് ആര് കണ്ടാലും വിശ്വസിക്കില്ല കേട്ടാ. പക്ഷെ സത്യത്തിൽ ചൂണ്ടയിട്ട് പിടിച്ചതാണ്. മീനെ വെട്ടിമുറുക്കിയ കഷ്ണങ്ങളാക്കി ഫ്രീസറിൽ അങ്ങോട്ട് കയറ്റിയിട്ടാ. പിന്നെ മീൻ മുട്ടയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. മീൻ മുട്ട ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഫ്രൈ ചെയ്യാന്ന്. കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് കിട്ടില്ലല്ലോ. വീട്ടിലാകുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് കഴിക്കാമല്ലോ. അപ്പോൾ പിന്നെ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കട്ടാക്കി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ കുട്ടിക്കുറുമ്മമാരുടെ ചെറിയ കുട്ടിക്കുസൃതികളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മാമ്മയുടെ ഷോളാണെങ്കിൽ കൈക്കലാക്കി തലയിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണ് ഒരുത്തൻ. പിന്നെ ഈ മീൻ മുട്ടയിൽ നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പിട്ട് മാത്രമാണ് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ആക്കി ഇട്ടത്. അതിനുശേഷമാണ് നമ്മൾ സബോളയും പച്ചമുളകും വേപ്പലയും ഒക്കെ ഇട്ടിട്ട് ലേശം മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് കുത്തി കുത്തി അങ്ങനെ ഉടച്ചു കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് നല്ല ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കയും മാങ്ങി ഞാൻ എവിടെ കണ്ടാലും വിടില്ല കേട്ടോ. അത് പണ്ട് മുതലേക്കുള്ള ശീലമാണ്. ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം പഴുത്തിട്ടും ഇല്ല, എന്നാൽ അധികം പച്ചയുമല്ല. ആ രൂപത്തിൽ കറുമുറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആദംകുട്ടനും അത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞപ്പോഴെങ്കിൽ നമ്മുടെ ആദം ബേബിക്ക് പെട്ടെന്നൊരു ആഗ്രഹം പപ്പടം വറക്കണം എന്നത്രേ. അപ്പോൾ പപ്പടം വറക്കാനുള്ള പരിപാടി തുടങ്ങി. പപ്പടം വറുത്ത് വെളിച്ചെണ്ണയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ തിളച്ചു എന്ന് വെച്ച് ഞാൻ പപ്പടം അങ്ങോട്ട് ഇട്ടു. പക്ഷേ വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ടായിരുന്നില്ല, പാളിപ്പോയി. അതാണ് ഈ അളിഞ്ഞ എക്സ്പ്രഷൻ എൻ്റെ മുഖത്തുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി ഇടയ്ക്ക് കുളിച്ച് വേഗം ഓടി വന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടി തുടങ്ങി. ഫുഡ് കഴിക്കാൻ നമ്മുടെ മീൻമുട്ട ഉണ്ടായിരുന്നല്ലോ, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ പരിപ്പ് കുത്തിപ്പൊടിച്ചതുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ മീൻമുട്ട ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റായിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ ഒരു കറുത്ത കളറും നല്ല ഭംഗിയിലും നല്ല ഡ്രൈ ആയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.